സുവിശേഷകൻ എം സക്കറിയ കോട്ടയം എഴുതിയ ആത്മനിറവും അന്യഭാഷാ ഭാഷണവും എന്ന പുസ്തകത്തിലെ 30-31 അധ്യായങ്ങളാണ് ഇന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്. അധ്യായം 30. കാത്തിരിപ്പും ആത്മസ്നാനവും എല്ലാ കൽപ്പനകളും എല്ലാ കാലത്തേക്കും ഉള്ളതല്ല. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും പരിശുദ്ധാത്മ സ്നാനത്താൽ ക്രിസ്തു ശരീരമായ സഭ രൂപവത്കരിക്കപ്പെടുകയും ചെയ്യുന്നതിന് 10 ദിവസം മുമ്പ് നിങ്ങൾ യെരുശലേമിൽ നിന്ന് മടങ്ങിപ്പോകരുതെന്നും പിതാവിൻ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്നും നമ്മുടെ കർത്താവ് കൽപ്പിച്ച വാക്കുകൾ പെന്തക്കോസ്തിന് ശേഷവും സഭ തുടരെ അനുഷ്ഠിക്കേണ്ടതാണെന്നുള്ള വാദം യാതൊരു വിലയിലുമുള്ളതല്ലെന്ന് നാം കണ്ടു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ എന്ന് സമയബന്ധിതമായി പറഞ്ഞിരിക്കുന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും പുതിയ നിയമവിശ്വാസികൾ ആത്മസ്നാനത്തിനു വേണ്ടി കാത്തിരിക്കേണ്ടത് ആവശ്യമാണെന്നും അങ്ങനെ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെന്നുമാണ് പെന്തക്കോസ്ത് സഹോദരന്മാർ തറപ്പിച്ച് ഉപദേശിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 1:4 പറഞ്ഞിരിക്കുന്ന കാത്തിരിക്കണമെന്നുള്ള കൽപ്പന ഇന്ന് വിശ്വാസികൾ അനുസരിക്കേണ്ടതാണെന്ന് സ്ഥാപിപ്പാൻ പാസ്റ്റർ കെ. എബ്രഹാം ഉദ്ധരിച്ചിരിക്കുന്ന വേദവാക്യം യോഹന്നാൻ 14:15-16 ആണ്. അവിടെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ വാക്കുകൾ പെന്തക്കോസ്ത് പറയുന്ന കാത്തിരിപ്പുമായിട്ട് പുലബന്ധം പോലും ഉള്ളതല്ല. ക്രിസ്തുസഭ 7-ാം ദിവസ ശാബത്ത് ആചരിക്കണമെന്ന് സ്ഥാപിക്കുന്നതിന് ശാബത്ത് മിഷൻകാരും ഇതേ വാക്യം ഉദ്ധരിക്കാറുണ്ട്. എല്ലാ കൽപ്പനകളും ഒരുപോലെ എല്ലാ കാലത്തേക്കും ഉള്ളതല്ലെന്ന് ഇനിയെങ്കിലും അറിഞ്ഞിരുന്നാൽ നന്ന്. കാത്തിരിപ്പിനോടുള്ള ബന്ധത്തിൽ പെന്തക്കോസ്ത് നാൾ വരെയുള്ള 10 ദിവസം ശിഷ്യന്മാർ കാത്തിരിക്കേണ്ടി വന്നതിനെപ്പറ്റി അവർ പറയുന്നത് വളരെ രസാവഹമാണ്. ശിഷ്യന്മാർ തങ്ങളുടെ സ്വന്തം വെറുമയെ അറിയുവാനായിരുന്നു. താൻ എത്ര ബലഹീനനെന്ന് പത്രോസ് കണ്ടുപിടിപ്പാനും തോമസ് തൻ്റെ അവിശ്വാസത്തെ കണ്ടുപിടിപ്പാനും ശേഷമുള്ളവർ തങ്ങളുടെ ഭീരുത്വത്തെ കണ്ടുപിടിപ്പാനുമായിരുന്നു. പരിശുദ്ധാത്മ സ്നാനം, പേജ് 141. പെന്തക്കോസ്തരുടെ ഈ കണ്ടുപിടുത്തത്തിന് ആധാരമായ ഒരു വേദവാക്യം പോലുമില്ല. മാത്രമല്ല, കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് കണ്ട് അവൻ്റെ ഉയർത്തപ്പെട്ട കരങ്ങളാൽ അനുഗ്രഹം പ്രാപിച്ചു മടങ്ങിവന്ന് ദൈവാലയത്തിൽ പരസ്യമായി പ്രത്യക്ഷപ്പെട്ടും മാളികമുറിയിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചും കഴിഞ്ഞ ശിഷ്യന്മാർ ഭീരുക്കളും അവിശ്വാസികളും മറ്റുമായിരുന്നു എന്ന് സങ്കല്പിച്ചിരുന്നത് തികച്ച അനീതിയാണ്. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് അവർ 10 ദിവസം കാത്തിരിക്കേണ്ടി വന്നത്? കഴിഞ്ഞ അധ്യായത്തിൽ സൂചിപ്പിച്ചതുപോലെ പെന്തക്കോസ്ത് നാൾ വരേണ്ടതിനാണ് അങ്ങനെ തുടരുവാൻ കർത്താവ് അനുവദിച്ചത്. പെന്തക്കോസ്ത് എന്ന പദത്തിൻ്റെ അർത്ഥം 50-ാമത്തേത് എന്നാണ്. 50-ാം ദിവസം അഥവാ പെന്തക്കോസ്ത് നാൾ വരണമെങ്കിൽ 10 ദിവസം അവർ കാത്തിരുന്നേ മതിയാകുകയുള്ളൂ. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ 41-ാം ദിവസമോ 49-ാം ദിവസമോ പരിശുദ്ധാത്മാവിനെ അയച്ചാൽ അത് ദൈവനിർണയത്തിൻ്റെ നിവൃത്തിയാകിയില്ല. അതുകൊണ്ടാണ് അവർ 10 ദിവസം കാത്തിരിക്കേണ്ടി വന്നത്. ശിഷ്യന്മാർ തങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ശക്തി കൊണ്ട് പരിശുദ്ധാത്മാവിനെ വരുത്തുകയല്ലായിരുന്നു. പിന്നെയോ പരിശുദ്ധാത്മാവിനെ അയപ്പാൻ കർത്താവ് നിശ്ചയിച്ചിരുന്ന 50-ാം ദിവസം വരെ ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു. അന്ന് പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടിയുള്ള അവരുടെ കാത്തിരിപ്പ് എന്നേക്കുമായി അവസാനിക്കുകയും ചെയ്തു. ആത്മസ്നാനത്തിനായി കാത്തിരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള ചില പ്രത്യേക വ്യവസ്ഥകൾ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനം എന്ന ഗ്രന്ഥത്തിൽ പാസ്റ്റർ കെ. എബ്രഹാം അവറുകൾ വേറെ ചില നിർദ്ദേശങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. നീ ആത്മസ്നാനത്തിനായി കർത്താവിനോട് അപേക്ഷിച്ചാൽ മാത്രം പോരാ, അതിനായി പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. പരിശുദ്ധാത്മ സ്നാനം, പേജ് 146. നാം പരിശുദ്ധാത്മ സ്നാനത്തിനായി പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി സ്തോത്രത്തിൽ ജാഗരിച്ചു കൊണ്ടിരിക്കണം. നീ പൂർണ്ണ വിശ്വാസത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ സ്തോത്രയാഗത്തിന്മേൽ അഗ്നി ഇറങ്ങും. നീ സ്വന്തം ഭാഷയിൽ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന നാവിനെ ആത്മാവ് കൈവശമാക്കുകയും സ്വന്തം ഭാഷയിൽ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയാതായിട്ട് ആത്മാവ് ഉച്ചരിപ്പാൻ നൽകുന്ന പ്രകാരം അന്യഭാഷയിൽ സ്തോത്രം ചെയ്യുവാൻ ഇടയാകുകയും ചെയ്യും. പേജ് 148. രക്തമെന്ന് കേൾക്കുമ്പോൾ സാത്താൻ ഞെട്ടിപ്പോകുന്നു. രക്തമെന്ന് നീ വ്യർത്ഥമായി ജൽപ്പിക്കാതെ പൂർണ്ണ വിശ്വാസത്തിൽ നീ രക്തമെന്ന് പറയുക. തൽക്ഷണം അന്ധകാരാധിപൻ ഭയന്ന് ഓടുകയും അവൻ നിർമ്മിച്ച സംശയക്കോട്ടകൾ തകരുകയും ചെയ്യും. പേജ് 151. മേലുദ്ധരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളോട് ചേർന്ന ഒരു ഭാഗത്തുപോലും പരിശുദ്ധാത്മ സ്നാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നോ അതിനുവേണ്ടി സ്തോത്രത്തിൽ ജാഗരിക്കണമെന്നോ രക്തമെന്ന് പറയണമെന്നോ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാക്യാംശം പോലും ഉദ്ധരിച്ചിട്ടില്ല. നേരെ മറിച്ച് മറ്റു പല വിഷയങ്ങളോട് ബന്ധപ്പെടുത്തി പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില വാക്യങ്ങൾ എടുത്തു കാണിച്ചിട്ട് അത് പരിശുദ്ധാത്മ സ്നാനത്തിനുള്ള വ്യവസ്ഥകളാക്കാനുള്ള വ്യർത്ഥശ്രമം നടത്തിയിരിക്കുകയാണ്. ഇത് അത്യന്തം ആക്ഷേപാർഹമായ വാദഗതിയാണ്. കൊലോസ്യർ 4:2 പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ വാക്യം എങ്ങനെയാണ് പരിശുദ്ധാത്മ സ്നാനത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള ആധാരവാക്യമാകുന്നത്? ഇത് വലിയ മറിപ്പ് തന്നെയാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വാദിക്കുന്നവരും ഈ വാക്യം ഉദ്ധരിച്ചാൽ മതിയോ? കഷ്ടം.
സ്നാനത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള കൽപ്പന വേദത്തിലില്ലെന്ന് മാത്രമല്ല, ആർക്കെങ്കിലും പരിശുദ്ധാത്മ സ്നാനം നൽകപ്പെടുവാൻ വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചതായും ഒരു തെളിവുമില്ല. എങ്കിലും പൗലോസിന് പരിശുദ്ധാത്മ സ്നാനം നൽകപ്പെടുവാൻ അനന്യാസ് പ്രാർത്ഥിച്ചതായി അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ളതായി പാസ്റ്റർ കെ ഇ എബ്രഹാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മ സ്നാനം പേജ് 43, 2-ാം ഖണ്ഡിക. അപ്പോസ്തലപ്രവൃത്തി 9-ൽ ഏത് വരിയിലാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്? ഇല്ല. പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് പോലെ അപ്പോസ്തലപ്രവൃത്തി 9-ലോ മറ്റേതെങ്കിലും ഭാഗത്തോ പൗലോസിന് പരിശുദ്ധാത്മ സ്നാനം നൽകപ്പെടുവാൻ വേണ്ടി അനന്യാസ് പ്രാർത്ഥിച്ചതായി എഴുതിയിട്ടില്ല. സുഹൃത്തുക്കളെ, ഇല്ല. യോഹന്നാൻ്റെ സുവിശേഷം 14, 15, 16 ഈ അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിനെപ്പറ്റി വളരെ ദീർഘമായി കർത്താവ് ശിഷ്യന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടിയോ പരിശുദ്ധാത്മ സ്നാനത്തിനു വേണ്ടിയോ അവർ പ്രാർത്ഥിക്കണമെന്ന് സൂചിപ്പിച്ചിട്ട് പോലുമില്ല. പിന്നെയോ ഞാൻ പിതാവിനോട് ചോദിക്കുമെന്നാണ് കർത്താവ് ഖണ്ഡിതമായി പറഞ്ഞത്. സ്വർഗാരോഹണ വേളയിലും പരിശുദ്ധാത്മാവിൻ്റെ വരവിനെപ്പറ്റിയും പരിശുദ്ധാത്മ സ്നാനത്തെപ്പറ്റിയും അനന്തര കാര്യങ്ങളെക്കുറിച്ചും ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞെങ്കിലും പരിശുദ്ധാത്മ സ്നാനത്തിനു വേണ്ടി അവർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് വിശ്വാസികൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിപ്പാൻ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണമെന്നും സ്തോത്രത്തിൽ ജാഗരിക്കണമെന്നും മറ്റുമുള്ള നിർദ്ദേശങ്ങൾ വചനവിരുദ്ധമായ മാനുഷ കൽപ്പനകൾ മാത്രമാണ്. പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതും അനുവദിക്കപ്പെട്ടിട്ടുള്ളതുമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കേണ്ടത്. കാത്തിരിപ്പ് യോഗം നടത്തി സ്തോത്രം, രക്തം, ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് മുതലായ പദങ്ങൾ ഇടവിടാതെ അതിവേഗത്തിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് വന്ന് നാവിനെ കൈവശപ്പെടുത്തി സ്വന്തം ഭാഷയിൽ സ്തോത്രം ചെയ്യുവാൻ കഴിയാതാകുമെന്നും അന്യഭാഷയിൽ സ്തോത്രം ചെയ്യുവാൻ ഇടയാകുമെന്നും അതാണ് ആത്മസ്നാനത്തിൻ്റെ ഏകവും പ്രത്യക്ഷവുമായ അടയാളം എന്നുമാണ് പെന്തക്കോസ്തർ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള യോഗങ്ങളിൽ ആത്മസ്നാനമോ അന്യഭാഷാ ഭാഷണമോ നടക്കുന്നില്ലെന്നുള്ളതാണ് പരമാർത്ഥം. മേൽപ്പറഞ്ഞ രീതിയിലുള്ള ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ നാവ് കുഴഞ്ഞ് കഴിവില്ലാതാകുമ്പോൾ ഉച്ചരിക്കുന്ന കുഴഞ്ഞുമറിഞ്ഞ അവ്യക്ത പദങ്ങൾ ഒരു ഭാഷാഭാഷണവുമല്ല. അവ്യക്ത ശബ്ദ ഘോഷണങ്ങൾക്കിടയിൽ കേട്ടും അറിഞ്ഞുമിരിക്കുന്ന ചില പദങ്ങൾ കടന്നുകൂടി എന്ന് വന്നേക്കാമെന്ന് മാത്രം. ഇത് മുൻ അധ്യായങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ. മേൽപ്പറഞ്ഞ രീതിയിൽ കാത്തിരിപ്പ് യോഗങ്ങൾ പ്രാർത്ഥനയെപ്പറ്റിയും അന്യഭാഷാ ഭാഷണത്തെപ്പറ്റിയും നമ്മുടെ കർത്താവും അപ്പോസ്തലനായ പൗലോസും ഉപദേശിച്ചിട്ടുള്ള വ്യക്തമായ കൽപ്പനകളെ നഗ്നമായി ലംഘിക്കുന്ന രംഗങ്ങളാണ്. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. മത്തായി 6:7 എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ജാതികൾ അവരുടെ പ്രാർത്ഥനകളിൽ ചില പ്രത്യേക പദങ്ങൾ തുരുതുരെ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന പതിവുണ്ട്. അതിനെയാണ് ജൽപ്പനമെന്ന് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരോട് തുല്യരാകരുതെന്ന് കർത്താവ് ഖണ്ഡിതമായി കൽപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ കാത്തിരിപ്പ് യോഗങ്ങളിൽ അവരോട് തുല്യമായ രീതിയിലുള്ള പദജൽപ്പനങ്ങളല്ലേ നാം കേൾക്കുന്നത്? അതാണോ കൽപ്പന പ്രമാണിക്കുന്നതിൻ്റെ ലക്ഷണം? അന്യഭാഷയിൽ സംസാരിക്കുന്നവർ കേൾക്കുന്നവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകത്തക്കവണ്ണം തെളിവായി സംസാരിക്കണമെന്നും 1 കൊരിന്ത്യർ 14:9. ഒരു കൂടിവരവിൽ 2 പേരോ ഏറിയാൽ 3 പേരോ മാത്രമേ അന്യഭാഷകളിൽ സംസാരിക്കാവൂ എന്നും 14:27. വ്യാഖ്യാനി ഇല്ലെങ്കിൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടരുത് എന്നും 14:28. മറ്റുമുള്ള നിർദ്ദേശങ്ങൾ പരസ്യമായി ലംഘിച്ചുകൊണ്ട് കാത്തിരിപ്പ് യോഗങ്ങൾ നടത്തി അന്യഭാഷാ ഭാഷണത്തിൻ്റെ പേരിൽ അവ്യക്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നവർ അപ്പോസ്തലനെയും ദൈവവചനത്തെയും വെല്ലുവിളിക്കുകയല്ലേ ചെയ്യുന്നത്. സഭയൊക്കെ ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവെങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് അവർ പറയുകയില്ലയോ എന്ന് പൗലോസ് ചോദിക്കുന്നത് യഥാർത്ഥമായ അന്യഭാഷാവരം ലഭിച്ചവരെങ്കിലും അത് അസ്ഥാനത്ത് ക്രമരഹിതമായി ദുരുപയോഗപ്പെടുത്തിയ കൊരിന്ത്യരോടാണ്. അങ്ങനെയെങ്കിൽ ഇക്കാലത്ത് സഭയായി കാത്തിരിപ്പ് യോഗങ്ങൾ നടത്തി ഒരു ഭാഷാഭാഷണവുമില്ലാത്ത ശബ്ദ ബഹളങ്ങൾ കൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കുന്ന ആധുനിക മറുഭാഷക്കാരെ നോക്കിക്കൊണ്ട് പൗലോസ് എന്തു പറയും? ചിന്തിക്കുക. അങ്ങനെ ഭ്രാന്തുണ്ട്, മറ്റുള്ളവർ പറഞ്ഞാലും കുഴപ്പമില്ലെന്ന് വരുത്തുവാൻ അക്കൂട്ടർ ന്യായം തേടിപ്പോകുന്നത് കണ്ടാൽ ആർക്കാണ് സഹതാപം തോന്നാത്തത്? വീണുപോയവനും ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവനുമായ ശൗൽ ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദാവീദിനെ കൊല്ലുവാൻ രാമയിലേക്ക് പോകുമ്പോൾ ആ ദുഷ്ടനെ കീഴ്പ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേലും വന്നു എന്ന് നാം കാണുന്നുണ്ട്. അപ്പോൾ അവൻ വസ്ത്രം ഉരിഞ്ഞു കളയുകയും ശമൂവേലിൻ്റെ മുമ്പാകെ ഒരു രാപ്പകൽ പ്രവചിച്ചുകൊണ്ട് നഗ്നനായി കിടക്കുകയും ചെയ്തു. നിർഭാഗ്യകരമായ ഈ ദയനീയ സംഭവം, ശൗലിന് ഏറ്റ ഈ അടി, പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുവാൻ വേണ്ടി നോക്കി കാത്തിരിക്കുന്ന വിശ്വാസികൾക്കൊരു മാതൃകയായി ചൂണ്ടിക്കാണിക്കത്തക്കവണ്ണം മറുഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ഉപദേശിക്കുന്നവർ താണുപോയല്ലോ എന്നോർക്കുമ്പോൾ വലിയ ദുഃഖം ഉണ്ട്. അധ്യായം 31. സത്യവിശ്വാസികൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച പുരോഹിതന്മാർ. ആത്മസ്നാനവും ആത്മാഭിഷേകവും ഒന്നുതന്നെയാണെന്നുള്ള ധാരണയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന പലരും പുലർത്തിപ്പോരുന്നത്.
എന്നാൽ ആത്മനിറവും ആത്മസ്നാനവും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളായിരിക്കുന്നത് പോലെ തന്നെ ആത്മാഭിഷേകവും ആത്മസ്നാനത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട മറ്റൊരു കാര്യമാണ്. അവ രണ്ടും ഒരേ സമയത്ത് തന്നെ നടക്കുന്ന രണ്ട് കാര്യങ്ങളായിട്ടാണ് പുതിയ നിയമ ഉപദേശത്തിൽ നാം കാണുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ ആത്മസ്നാനത്തെപ്പറ്റി പറയപ്പെട്ടിട്ടില്ലെങ്കിലും ആത്മാഭിഷേകത്തെപ്പറ്റിയും ആത്മാഭിഷേകത്തിൻ്റെ നിഴലായ തൈലാഭിഷേകത്തെപ്പറ്റിയുമുള്ള പ്രതിപാദനങ്ങളും നിർദ്ദേശങ്ങളും വിവരണങ്ങളും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മാഭിഷേകവും ആത്മസ്നാനവും രണ്ട് കാര്യങ്ങളാണെന്നുള്ള സൂചന ലഭ്യമാണ്. ഈ അഭിഷേക കർമ്മത്തിൻ്റെ ഉദ്ദേശം, സന്ദർഭം, രീതി, ഫലം എന്നീ കാര്യങ്ങളും പഴയ നിയമ തിരുവെഴുത്തുകളിൽ തെളിവായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാഭിഷേകം എന്ന വിഷയത്തെപ്പറ്റി വേദാനുസരണ ഉപദേശപരമായി എന്തെങ്കിലും ഗ്രഹിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ ആ പഴയ നിയമ വിവരങ്ങളുടെ ആശയങ്ങൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. പഴയ നിയമത്തിൽ പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്ത് അവരുടെ ഔദ്യോഗിക പദവിയിലേക്ക് പ്രവേശിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ അഭിഷേക കർമ്മങ്ങളുടെ ഉദ്ദേശം അതത് പദവികൾ വഹിപ്പാൻ അവരെ യോഗ്യരും അധികാരമുള്ളവരുമാക്കി തീർക്കുക എന്നുള്ളതാണെന്ന് സ്പഷ്ടം. അതുമാത്രമല്ല, സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങളെയും മറ്റും പ്രത്യേകം അഭിഷേകം ചെയ്യുന്നതായും കാണുന്നുണ്ട്. ഈ വക അഭിഷേക കർമ്മങ്ങൾക്ക് ക്രമാനുഗതമായ വ്യവസ്ഥകളും പ്രമാണങ്ങളും ഉണ്ടായിരുന്നു. ആ വക പ്രമാണങ്ങളെ ഭേദഗതി ചെയ്യുവാനോ അതിനോട് കൂട്ടിച്ചേർക്കുവാനോ അനുവദിക്കപ്പെട്ടിരുന്നതുമില്ല. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ അഭിഷേകവും കരപൂർണവും ചെയ്ത് ശുദ്ധീകരിക്കണം. പുറപ്പാട് 28:41. അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. പുറപ്പാട് 30:30. എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. പുറപ്പാട് 40:13. അവരുടെ അഭിഷേകം ഹേതുവായി അവർക്ക് തലമുറ തലമുറയോളം നിത്യപൗരത്വം ഉണ്ടായിരിക്കണം. പുറപ്പാട് 40:15. അവൻ അഹ്റോൻ്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു. ലേവ്യർ 8:12 എന്നിങ്ങനെ വായിക്കുന്നു. മേൽ ഉദ്ധരിച്ച വാക്യങ്ങളിലെല്ലാം പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ നിഴലായ തൈലാഭിഷേകത്തോടുകൂടെ ആണ് പൗരോഹിത്യവും അതിന് യോഗ്യവരാക്കുന്ന ശുദ്ധീകരണവും ലഭിക്കുന്നതെന്ന് സ്പഷ്ടമാണ്. ശുദ്ധീകരണം പ്രാപിച്ചതിൻ്റെ ശേഷം അഭിഷേകം പ്രാപിക്കുകയല്ല, അഭിഷേക കർമ്മം കൊണ്ട് ശുദ്ധീകരണം പ്രാപിക്കുന്നു എന്നതാണ് വസ്തുത. പൊരുളായ ആത്മാഭിഷേകം ശുദ്ധീകരണം പ്രാപിച്ച ശേഷം അതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യമാണെന്നുള്ള ഉപദേശം തികച്ചും ക്രമരഹിതവും വചനവിരുദ്ധവുമാണ്. ഒരു പാപി രക്ഷിക്കപ്പെടുന്ന നിമിഷം തന്നെ അവൻ ആത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നാണ് വചനം ഉദ്ഘോഷിക്കുന്നത്. പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക: ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തതുകൊണ്ട് അവർ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ആത്മാവിൻ്റെ വിശുദ്ധീകരണവും സത്യത്തിൻ്റെ വിശ്വാസവും ലഭിച്ചിരുന്നു എന്നാണ് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. പൗലോസ് വീണ്ടും പറയുന്നു: നിങ്ങളും ചിലർ ഈ വകക്കാർ ആയിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 6:11. ഇതേ കാര്യം തന്നെ പത്രോസും വിവരിക്കുന്നത് ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷ്യം നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. അപ്പോസ്തലപ്രവൃത്തി 15:8-9. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നവരുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടത് അവർ രക്ഷിക്കപ്പെട്ടപ്പോൾ അവർക്ക് നൽകപ്പെട്ട ആത്മാവിനാലാണെന്നാണ് ഇവിടെയും കാണപ്പെടുന്നത്. അശുദ്ധരും കൊള്ളരുതാത്തവരും ആയിരുന്ന കൊരിന്ത്യരും ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ള കഴുകൽ മുഖാന്തരമാണ് ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചത്. പഴയ നിയമകാലത്ത് നിഴലായ തൈലാഭിഷേകത്താലുള്ള ശുദ്ധീകരണമാണ് നൽകപ്പെട്ടിരുന്നത്. എന്നാൽ ഈ പുതിയ നിയമകാലത്ത് അതിൻ്റെ പൊരുളായ ആത്മാഭിഷേകത്തോടു കൂടിയുള്ള ശുദ്ധീകരണ പ്രക്രിയയാണ് വീണ്ടും ജനനവേളയിൽ നടക്കുന്നത്. പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ മേൽ ധാരാളമായി പകരപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടുമുള്ള രക്ഷയാണല്ലോ പുതിയ നിയമ വിശ്വാസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ആത്മാഭിഷേകം ലഭിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയും ശുദ്ധീകരണം പ്രാപിച്ചവനോ രക്ഷിക്കപ്പെട്ടവനോ അല്ല. പുതിയ നിയമത്തിൽ ആത്മാഭിഷേകത്തെക്കുറിച്ച് എടുത്തു പറയുന്ന 7 ഭാഗങ്ങളുണ്ട്. ലൂക്കോസ് 4:18, അപ്പോസ്തലപ്രവൃത്തി 4:27, അപ്പോസ്തലപ്രവൃത്തി 10:38, 2 കൊരിന്ത്യർ 1:21, 1 യോഹന്നാൻ 2:20-27. ആദ്യത്തെ 3 ഭാഗങ്ങൾ കർത്താവിനോട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ളതാണ്. പുതിയ നിയമവിശ്വാസികളുള്ള ബന്ധത്തിൽ ആത്മാഭിഷേകം എന്ന പദപ്രയോഗം ആദ്യമായി കാണപ്പെടുന്നത് 2 കൊരിന്ത്യർ 1:21 ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ എന്നാണ് അവിടെ പറയുന്നത്. ഇത് സാർവത്രിക സ്വഭാവമുള്ള ഒരു പൊതു പ്രസ്താവനയാണ്. ഞങ്ങൾ, നിങ്ങൾ, നമ്മെ മുതലായ വാക്കുകൾ ശ്രദ്ധിക്കുക. അവിടെ വിശ്വാസികൾ എല്ലാവരും അഭിഷേകം ചെയ്യപ്പെട്ടവരാണെന്നും അഭിഷേക കർമ്മം നിർവഹിച്ചത് പിതാവാൻ ദൈവം ആണെന്ന് സ്പഷ്ടമാക്കിയിട്ടുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അഭിഷേകം ഒരു പൂർവ്വകാല വിഷയമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
അതേ സമയത്ത് തന്നെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത് തുടർച്ചാരൂപത്തിലുമാണ് പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത്യ സഭയിലെ മറ്റേതെങ്കിലും സഭകളിലോ രക്ഷിക്കപ്പെട്ടവരിടയിൽ ആത്മാഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ദൈവം നമ്മെ അഭിഷേകം ചെയ്തു എന്ന് ഭൂതകാല രൂപത്തിൽ പറയാതെ നമ്മെ അഭിഷേകം ചെയ്യുന്നതും ചെയ്യേണ്ടതും ദൈവമാണെന്നേ പറയുമായിരുന്നുള്ളൂ. അഭിഷേകം എന്ന വിഷയത്തെപ്പറ്റി പൗലോസ് പറയുന്ന ഏക ഭാഗമാണിതെന്നും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. അവിടെ അഭിഷേകം പ്രാപിച്ചവരുടെ കാര്യമല്ലാതെ അഭിഷേകം പ്രാപിക്കാത്ത വിശ്വാസികൾ എന്നൊരു വിഭാഗത്തെക്കുറിച്ച് ഓർക്കാനോ ഭാവി കാലത്തെ ഓർത്തെങ്കിലും എന്തെങ്കിലും നിർദ്ദേശം കൊടുപ്പാനോ ആവശ്യമില്ലായിരുന്നു എന്നാണ് കാണുന്നത്. പൗലോസ് ആകട്ടെ മറ്റപ്പോസ്തലന്മാരാരെങ്കിലും ആകട്ടെ വിശ്വാസികൾ ആത്മാഭിഷേകം പ്രാപിക്കണമെന്ന് പ്രത്യക്ഷമായോ പരോക്ഷമായോ സൂചിപ്പിക്കുന്ന ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ലെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോസ്തലനായ യോഹന്നാനും അഭിഷേകം എന്ന വിഷയത്തെപ്പറ്റി തെളിവായ ഭാഷയിൽ ഏതാനും വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരും ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവരുമായ സകല വിശ്വാസികൾക്കും വേണ്ടി എഴുതിയിരിക്കുന്നതാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനം. 1 യോഹന്നാൻ 3:1, 5:13 നോക്കുക. നിങ്ങളോ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു എന്ന് ആ ലേഖനത്തിൻ്റെ 2:20 വായിക്കുന്നു. എന്താണിതിൻ്റെ സാരം? 18-19 വാക്യങ്ങളിൽ എതിർ ക്രിസ്തുക്കൾ എന്നൊരു കൂട്ടരെക്കുറിച്ച് പറഞ്ഞിട്ട് അവർ നമുക്കുള്ളവരല്ലെന്നും നമ്മോട് കൂടെയുള്ളവരല്ലെന്നും സ്പഷ്ടമായി തെളിയിച്ചു. അതിൻ്റെ ശേഷം സത്യവിശ്വാസികളെ മൊത്തത്തിൽ വേർതിരിച്ച് കാണിച്ചുകൊണ്ട് നിങ്ങളോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യവിശ്വാസികൾ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചവരാണെന്ന് ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് സത്യം അറിയുവാനും പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ ഭോഷ്കിൽ കുടുങ്ങിപ്പോകാതിരിക്കുവാനും വിശ്വാസികൾക്ക് കഴിയുമെന്നാണ് യോഹന്നാൻ അവരെ ഓർപ്പിച്ചിരിക്കുന്നത്. ഈ വാക്കുകൾ എക്കാലത്തുമുള്ള സകല വിശ്വാസികളെയും അനുസ്മരിപ്പിക്കുന്ന വചനങ്ങൾ തന്നെയാണ്. 22-ാം വാക്യത്തിൽ വീണ്ടും അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിലെ നിഴലായ തൈലാഭിഷേകം ശിരസിലൊഴിക്കുന്നതും പുറമേയുള്ളതുമായ കർമ്മമാണ്. എന്നാൽ പൊതുവായ ആത്മാഭിഷേകം മീതെ പകരപ്പെടുന്നത് മാത്രമല്ല, ഉള്ളിലും നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഒരു വ്യക്തി ക്രിസ്തുവിലാകുകയും അവൻ ക്രിസ്തുവിനുള്ളവൻ ആയിത്തീരുകയും ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു. അപ്പോൾ മുതൽ സാക്ഷാൽ അഭിഷേക വസ്തുവാകുന്ന ദൈവാത്മാവ് അവനിൽ വസിക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, നമ്മിൽ വസിക്കുന്ന ഈ അഭിഷേകം നമുക്ക് സകലവും ഉപദേശിച്ചു തരികയും ചെയ്യുന്നു. ഒരു വ്യത്യാസവും കൂടാതെ പുതിയ നിയമ വിശ്വാസികൾ എല്ലാവരും പുരോഹിതന്മാരാണ്. ആത്മാഭിഷേകത്താലാണ് നാം എല്ലാവരും പുരോഹിതന്മാരാക്കപ്പെട്ടത്. അഭിഷേകം പ്രാപിച്ച പുരോഹിതവർഗവും അഭിഷേകം പ്രാപിക്കാത്ത പുരോഹിതരും എന്ന 2 വർഗം ക്രിസ്തുസഭയിലില്ല. അങ്ങനെയുണ്ടെന്ന് പഠിപ്പിക്കുന്നത് ദുരുപദേശം തന്നെയാണ്.